വായിക്കുന്നതും അറിയുന്നതും അദ്ദേഹത്തിന് കൃത്യസമയത്ത് ഒരു മെഡിക്കൽ ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ജീവനോട് ഉണ്ടായ ഡോക്ടറും അത് കുറച്ചു മുമ്പ് സൂചിപ്പിച്ചു. അപ്പം നമ്മളോട് എല്ലാവരോടും എനിക്ക് തോന്നുന്നു എല്ലാ തവണയും പല മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നതാണ് CPRന്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി. CPR വളരെ പ്രധാനമാണെന്ന് പറയുമ്പോഴും നമ്മളിൽ പലർക്കും CPR എപ്പോഴാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര നേരം കൊടുക്കണം എന്നുള്ളതിനെ പറ്റി ധാരണയില്ല. അത് എന്താണെന്നൊന്ന് വ്യക്തം. CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. ഇപ്പം ഇതിനകത്ത് കാണുന്നിരിക്കുന്നത് ദർ ഇസ് എ പേഴ്സൺ ഹി ഹാസ് ഫോളൻ ഡൗൺ, കൊളാപ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ബൈസ്റ്റാൻഡറാണ്. ദിസ് ഇസ് കോൾഡ് ബൈസ്റ്റാൻഡർ CPR. സാധാരണ ഒരു സാഹചര്യത്തിൽ ഇൻ എ നോർമൽ സർക്കംസ്റ്റൻസ് ദർ ഇസ് നോ ഡോക്ടർ അറൗണ്ട്. അപ്പോൾ ആ സമയത്ത് ദർ ഇസ് എ ബൈസ്റ്റാൻഡർ ഹൂ ഇസ് ദ പേഴ്സൺ ഹൂ ഡസ് ദ CPR. അപ്പോൾ നമുക്ക് എല്ലാവർക്കും CPR അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ്. ഇറ്റ് ഇസ് എ ലൈഫ് സേവിങ് സ്കിൽ. അപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ് തിങ് യു ഡു, ചെക്ക് ഇഫ് ദ പേഷ്യൻ്റ് ഇസ് റെസ്പോൺസീവ്. വിളിച്ചു നോക്കുക, എങ്ങനെയുണ്ട്, സംസാരമുണ്ടോ, ശ്വാസമുണ്ടോ, ഈ കാര്യങ്ങൾ നോക്കുക. ഇല്ല എന്നാണെങ്കിൽ ആദ്യത്തെ കാര്യം ചെയ്യണം, ഫോൺ എടുത്ത് നമ്മുടെ എമർജൻസി നമ്പർ ഡയൽ ചെയ്യുക. അടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ, ക്ലോസസ്റ്റ് ഹോസ്പിറ്റൽ ഓർ എമർജൻസി നമ്പർ ഡയൽ ചെയ്താൽ അവർ ദാറ്റ് പാത്ത് വേ ആക്ടിവേറ്റ് ആവും. സെക്കൻഡ് തിങ്, സ്റ്റാർട്ട് CPR. CPR സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് ബ്രീതിങ് അല്ല, നമ്മൾ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ല, പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ രണ്ട് കൈകളെടുത്ത് കൈകോർത്ത്, ദറ്റ് ഇസ് ഓവർലാപ്പ് ദി ഹാൻഡ്സ് ആൻഡ് കീപ് ഇറ്റ് ഓൺ ദി സ്റ്റെർനം, ലോവർ പാർട്ട് ഓഫ് ദി ബോഡി. നമ്മൾ ഈ ചെസ്റ്റിന്റെ ലോവർ പാർട്ടിൽ വെച്ച് അവർ കാണിക്കുന്ന പോലെ വി സ്റ്റാർട്ട് കംപ്രഷൻസ്. അതായത് നെഞ്ചിന്റെ നടുഭാഗത്താണ് നമ്മൾ, മിഡിൽ ആൻഡ് ലോവർ പാർട്ട് ഓഫ് ദി ചെസ്റ്റ്, അല്ലാതെ ഹൃദയം ഇരിക്കുന്ന ഭാഗത്തല്ല. ഇല്ല, ഇറ്റ് ഇസ് റൈറ്റ് ഇൻ ദ സെന്റർ. നമ്മൾ സ്റ്റെർനം എന്നൊരു ബോൺ ഉണ്ട്, അവിടെയാണ് നമ്മൾ ചെയ്യുന്നതിന്റെ ലോവർ പാർട്ടാണ്. അപ്പോൾ ഇത് കാണിക്കുന്ന പോലെ വി കൻ സ്റ്റാർട്ട് ദി CPR. CPR ചെയ്യുമ്പോഴത്തേക്കിനും ദർ ഇസ് സംതിങ് കോൾഡ് കംപ്രഷൻ എലോൺ. അപ്പം ദാറ്റ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ്. നമ്മളിപ്പം ബ്രത്ത് കൊടുക്കുന്നതിനേക്കാളും ഫസ്റ്റ് കണ്ടിന്യൂ ദ കംപ്രഷൻസ് 100 to 120 per minute. അതും 5 centimeters or 2 inches ഡെപ്തിൽ നമ്മൾ കംപ്രസ് ചെയ്യുക ആൻഡ് കണ്ടിന്യൂ ദ കംപ്രഷൻ ടിൽ 1. നമ്മുടെ പേഷ്യൻ്റ് എഴുന്നേൽക്കുക, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുക, എന്നാലും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണം. അല്ല, രണ്ടാമത് കാണിച്ച പോലെ ഒരു ആംബുലൻസ് വരിക, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ടീം അവർ പിന്നെ അതിൻ്റെ പാത്വേ അനുസരിച്ച് അവർ പൊക്കോളും. പേഷ്യൻറ്റിന് അവർ ഫസ്റ്റ് നോക്കുന്നത് ഹാർട്ട് ബീറ്റ് ഉണ്ടോ. Nowadays there is a device called an AED, defibrillator എന്ന് പറയും, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. യെസ്, വെരി എഫക്റ്റീവ്. അവർ നോക്കിയിട്ട് അത് ഇറ്റ് ഹാസ് ഗോട്ട് എ സെൽഫ് അനലൈസിംഗ് റിതം. നമ്മൾ വെച്ച് നോക്കിയിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ടോ, അതിനകത്ത് എങ്ങനത്തെ ബീറ്റാണ്, ഇറ്റ് ഇസ് എൻ അബ്നോർമൽ ഹാർട്ട് ബീറ്റ് ലൈക്ക് എ VT ഓർ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, അങ്ങനെയാണ് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷോക്ക് കൊടുക്കണോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ട് മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കും. അങ്ങനത്തെ മെഷീൻസ് ആർ ലൈഫ് സേവിങ് ബിക്കോസ് ഹാർട്ട് റിതം ചിലപ്പോൾ നോർമൽ ആകുമ്പോഴത്തേക്കിനും ആൾ സ്റ്റേബിൾ ആവും അൺടിൽ ഹി റീച്ചസ് ഹോസ്പിറ്റൽ. അതുകൊണ്ട് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെഷീൻ. എല്ലാ സ്ഥലത്തും, എല്ലാ ക്രൗഡഡ് പ്ലേസസ്, നമ്മുടെ ഗവൺമെൻറ് ഹാസ് പുട്ട് ഇറ്റ് ഇൻ ദി റെയിൽവേ സ്റ്റേഷൻസ്, ഇറ്റ് ഇസ് ദയർ ഇൻ ദ മോൾസ്, എല്ലാ സ്ഥലത്തും നമുക്കുള്ളതാണ്. ദിസ് ആർ വെരി, ദാറ്റ് ഇസ് എ വെരി യൂസ്ഫുൾ തിങ്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓൾവേസ് എ ബൈസ്റ്റാൻഡർ CPR. ബൈസ്റ്റാൻഡർ CPR ചെയ്യുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇൻ കേസിൽ അവിടെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ, ആ സമയത്ത് ഈ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ, ആ സമയത്ത് ECG എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ മേ ബി ഹി വുഡ് ബി സിംഗിങ് ഫോർ us. അത് നമുക്ക് പറയാൻ പറ്റും. ഡോക്ടർ, ഇത് എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര സമയം CPR കൊടുക്കണം, അങ്ങനെ ഒരു കണക്ക് ഡോക്ടർ പറഞ്ഞു? There is no time of CPR, but നമ്മളത് till patient's response or the medical team arrives. അത് or you can ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് we can take them to the nearest hospital. latest machines, ഇപ്പോൾ there is a continuous CPR machines called Lucas machines available ആണ്. അത് വെച്ചാൽ they continue the CPR. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ it is physically demanding, exertion ഉണ്ടാവും. അപ്പോൾ these machines are available. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ലൂക്കാസ് മെഷീൻ ഇസ് അവൈലബിൾ. സോ you place it and it continuously compresses the heart. It is an automatic CPR machine. അങ്ങനെ അവൈലബിൾ ഉണ്ട് ആൻഡ് മോസ്റ്റ് ഓഫ് ദി ബിഗ് ഹോസ്പിറ്റൽസ് ഹാവ് ഇറ്റ്. അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ എ വെരി യൂസ്ഫുൾ. അതായത് നമ്മൾ ഓരോരുത്തരും CPR കൊടുക്കേണ്ട ഒരു സമയവും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. തീർച്ചയായും.